ഞാൻ നിങ്ങളുടെ സ്വന്തം സുരവി ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നും ദോശ, ഇഡ്ഡലി, ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. 100% ഷുവറാണ്, ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതാ ഒരു ഗ്ലാസ് സൂചി, റവ എടുത്തു ഞാൻ അതിൽ. ഈ റവ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. കുറച്ച് 10 മിനിറ്റ് വയ്ക്കുമ്പോൾ അത് ശരിയായിക്കോളും. അവിടെ സ്ഥലത്തിരിക്കട്ടെ. നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് പിന്നെ ഇതിനുള്ള പപ്പാളം കഴുകണം. പച്ചമുളക് ചെറുതായിട്ട് അരിയണം. കറിവേപ്പില ചെറുതാക്കി അരിയണം. മല്ലിയുടെ ഇല ചെറുതാക്കി അരിയണം. അതിനിടയിൽ നമുക്ക് റവ അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റവ അവിടെ ഇരിക്കട്ടെ. അതൊരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാൻ ഞാൻ മറന്നു. സാരില്ല. ഇതാ ഇനി നെക്സ്റ്റ് ഇഞ്ചി അരിയണം. ചെറുതാക്കി ഇഞ്ചി അരിയണം. കൊച്ചായിട്ട് ഇഞ്ചി അരിയുക, കൊച്ചായിട്ട് കരിവേപ്പില അരിയുക, കൊച്ചായിട്ട് മല്ലിയില അരിയുക. മല്ലിയില ഇത് വാഷ് ചെയ്താണ്, എന്നാലും ഒന്നും കൂടി കഴുകണം എനിക്ക്. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് മല്ലിയുടെ ഇല ചെറുതാക്കി അരിഞ്ഞിരുന്നു. കുറച്ച് മതി. കുറച്ച് 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഗാർലിക്ക്, ഒരു ചെറിയ സവോള കഷ്ണം. അത്രയൊക്കെ വേണ്ടൂ, കൂടുതലൊന്നും വേണ്ട. ഇത്ര കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഗാർലിക്ക് കേട്ടോ. ഒരു ചെറിയ ഗാർലിക്ക്, ഒരൊറ്റ പീസ് എടുത്തിട്ടുള്ളൂ ഞാൻ. ചെറുതാക്കി അരിയണം. ചെറിയ പീസസ് ആയിട്ട് അരിയണം. നോക്കൂ, സൂചി ഇതാ സോക്ക് ചെയ്താണ്. എത്ര പോലെ നല്ല പോലെ പൊങ്ങി വന്നു. 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അതിൽ പക്ഷേ എന്നാലും നമുക്കൊരു ലേശം സോഡാക്കാരം, ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, അത്ര സോഡാക്കാരം മതി. ഇത്തിരി ഇടണം. എന്താ വെച്ചാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമല്ലേ, അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. സോഡാക്കാരം ഇട്ടു. പിന്നെ ഇതാ ഒരു അര ഗ്ലാസ് ആട്ട. അര ഗ്ലാസ് ഒന്നും അളന്ന് വിടണ്ട, ഏകദേശം ഇട്ടാൽ മതി ആട്ട. ഇനി റൈസ് പൗഡർ എടുക്കണം കേട്ടോ. റൈസ് പൗഡർ ഞാൻ എടുക്കാം. അപ്പോൾ അര ഗ്ലാസ് റൈസ് പൗഡർ ഇതിൽ ചേർത്തു കേട്ടോ. കഴിഞ്ഞിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ലേശം ഉപ്പായിക്കോട്ടെ. ഒരു ലേശം പുളിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ തൈര് കേട്ടോ. 1 ടീസ്പൂൺ തൈരില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തൈര് ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും. അത്രേ ഉള്ളൂ. 1 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊണ്ട് 1 ടീസ്പൂണോ 2 സ്പൂണോ കുറച്ച് തൈര്, ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില, മല്ലിയുടെ ഇല, അതെല്ലാം അങ്ങനെ തിരുമ്മിയിട്ട് ഇതിലിട്ടു. നല്ല മണം വരണേ കൊണ്ട് ഇതിനെ അങ്ങ് കുഴയ്ക്കും. ഇത് കഴിഞ്ഞിട്ട് കൊച്ചു ദോശകളായിട്ട് കൂടെ എടുത്താൽ എന്താ അതിൻ്റെ സ്വാദം എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് കറികളൊന്നും വേണ്ട. പക്ഷേ തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാട്ടെ. ഇത് വെള്ളയപ്പമല്ല, ദോശയല്ല, ഒന്നുമല്ല. വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തരം ദോശ. വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം ഒഴിക്കണമെങ്കിൽ ആ ദോശയുടെ പാകത്തിലാക്കണം. നമ്മൾ ഒരേ ദോശകളാണ് ഉണ്ടാക്കണം കേട്ടോ. ഈ സൂചി നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം അരച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇതിൽ നെയ്യ് പരക്കണം. വളരെ സ്വാദുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നെയ്യിൻ്റെ കൂടെയോ, നെയ്യ് പറ്റിയതല്ല, ചിക്കൻ കറിയുടെ കൂടെയോ, പിന്നെ അതുപോലെ ബീഫ് കറിയുടെ കൂടെയോ, അതുപോലെ ഏത് കറിയുടെ കൂടെയും ചേരും. നമുക്ക് നോൺ വെജ് കഴിക്കാത്തവർക്കാണെങ്കിൽ ചട്നിയുടെ കൂടെ വളരെ ടേസ്റ്റുള്ളതാണ്. വളരെ നല്ല ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതാണ് ഏറ്റവും ഈസി. ഇട്ട് കൊടുത്താൽ അത് കഴിക്കാൻ നമുക്ക് ദോശ എടുക്കാം. ദോശ നല്ല ടേസ്റ്റുള്ള നോക്കും. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. എന്താ അതിൻ്റെ സ്വാദ്. വെള്ളയപ്പമല്ല, ദോശയല്ല, പക്ഷെ നല്ല ടേസ്റ്റ്. അത് കാരണം കൊണ്ടാണ് പറഞ്ഞത്. ഇത് അച്ചാറിൻ്റെ കൂടെയോ, ചട്നിയുടെ കൂടെയോ, ചമ്മന്തിയുടെ കൂടെയോ, കോഴിക്കറിയുടെ കൂടെയോ, ബീഫിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്.
റവ അരച്ചിട്ട് ചെയ്ത് നോക്കും, ഗോതമ്പ് അരിപ്പൊടി ചേർത്ത് നോക്കും. അപ്പോൾ ഇതിലും ഭയങ്കര ടേസ്റ്റാവും അരച്ച് കഴിഞ്ഞു. ഇപ്പോഴും സ്വാദ് കുറവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.